ഹായ് ഫ്രണ്ട്സ്, ചോയ്സ് നെറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അതിന്റെ കാറ്റഗറീസ് ചെക്ക് ചെയ്യാം. അതിൽ ആദ്യത്തെ കാറ്റഗറി 776/2024 യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ് ഡിപ്പാർട്ട്മെന്റ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 55,200 ടു 1,15,300. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 21 ടു 40. ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി അല്ലെങ്കിൽ അതിന്റെ ഈക്വലൻസി. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ദെൻ അടുത്ത കാറ്റഗറി 277/2024 കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ് ഡിപ്പാർട്ട്മെന്റ്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 55,200 ടു 1,15,300. 2 വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 19 ടു 31. ക്വാളിഫിക്കേഷൻ സയൻസിൽ എഞ്ചിനീയറിംഗോ ആവാം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ദെൻ അടുത്ത കാറ്റഗറി 278/2024 മൈനിങ് ആൻഡ് ജിയോളജി ആണ് ഡിപ്പാർട്ട്മെന്റ്. ജൂനിയർ കെമിസ്റ്റ് ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 51,400 ടു 1,10,300. 2 വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു 41. ക്വാളിഫിക്കേഷൻ കെമിസ്ട്രി ഓർ അപ്ലൈഡ് കെമിസ്ട്രിയിൽ ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ്സോട് കൂടിയ MSc ഡിഗ്രി. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ദെൻ അടുത്ത കാറ്റഗറി 279/2024 മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഡിപ്പാർട്ട്മെന്റ്. സയന്റിഫിക് അസിസ്റ്റന്റ് ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 50,200 ടു 1,05,300. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു. ക്വാളിഫിക്കേഷൻ കെമിസ്ട്രി ഓർ സുവോളജിയിൽ ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ്സോട് കൂടിയ MSc. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ദെൻ അടുത്ത കാറ്റഗറി 280/2024 ഹാർബർ എഞ്ചിനീയറിംഗ് ആണ് ഡിപ്പാർട്ട്മെന്റ്. സിവിലിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഓർ ഓവർസിയർ ഗ്രേഡ് 2 ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 31,100 ടു 66,800. 5 വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു 36. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസും കൂടാതെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ സർവേയറിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഇതിന്റെ ഈക്വലൻസിയോ ആവാം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ദെൻ അടുത്ത കാറ്റഗറി 281/2024 മ്യൂസിയം ആൻഡ് സൂസ് ആണ് ഡിപ്പാർട്ട്മെന്റ്. മാസൻസ് ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 23,700 ടു 52,600. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു 36. ക്വാളിഫിക്കേഷൻ മലയാളം ഓർ തമിഴ് ഓർ കന്നഡ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. കൂടാതെ 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ആവശ്യമായിട്ടുണ്ട്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ദെൻ അടുത്ത കാറ്റഗറി 282/2024 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ്. റീജിയണൽ ഓഫീസർ ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 22,800 ടു 48,000. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു 40. ക്വാളിഫിക്കേഷൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ ബിസിനസ് മാനേജ്മെന്റിൽ മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ അതിന്റെ ഈക്വലൻസി. കൂടാതെ 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ആവശ്യമായിട്ടുണ്ട്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ദെൻ അടുത്ത കാറ്റഗറി 284/2024 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ്. അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 21,100 ടു 45,800. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു 40. ക്വാളിഫിക്കേഷൻ BCom വിത്ത് CA ഇന്റർ ഓർ ICWA ഇന്റർ. ഈ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ MCom 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ആവാം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ദെൻ അടുത്ത കാറ്റഗറി 286/2024 സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ്. സ്വീപ്പർ ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 16,500 ടു 35,700. 3 വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു 36. ക്വാളിഫിക്കേഷൻ ഇംഗ്ലീഷും മലയാളം തമിഴ് ഓർ കന്നഡ അറിഞ്ഞിരിക്കണം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ദെൻ അടുത്ത കാറ്റഗറി 289/2024 വേരിയസ് ആണ് ഡിപ്പാർട്ട്മെന്റ്. സർജന്റ് ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 31,100 ടു 66,800. വേക്കൻസീസ് കോട്ടയത്ത് 2ഉം ട്രിവാൻഡ്രം, ആലപ്പുഴ, മലപ്പുറം, എറണാകുളം, കോഴിക്കോട് എന്നുള്ളവിടെ ആന്റിസിപ്പേറ്റഡുമാണ്. ഏജ് ലിമിറ്റ് 18 ടു 36. ക്വാളിഫിക്കേഷൻ ആർമി ഓർ നേവി ഓർ എയർഫോഴ്സിൽ ജൂനിയർ കമ്മീഷണർഡ് ഓഫീസറായിട്ട് പെൻഷൻ പറ്റിയവരായിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ഈക്വലൻസി. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ദെൻ അടുത്ത കാറ്റഗറി 291/2024 കേരള വാട്ടർ അതോറിറ്റിയാണ് ഡിപ്പാർട്ട്മെന്റ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് പോസ്റ്റ്. STക്ക് മാത്രമേ അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. സ്കെയിൽ ഓഫ് പേ 53,900 ടു 1,18,700. 2 വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു 41. ക്വാളിഫിക്കേഷൻ സിവിൽ ഓർ മെക്കാനിക്കൽ ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ഡിഗ്രി അല്ലെങ്കിൽ അതിന്റെ ഈക്വലൻസി. ഈ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സെക്ഷൻ A and B പാസ്സായാലും മതി. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ദെൻ അടുത്ത കാറ്റഗറി 292/2024 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ്. 3rd ഗ്രേഡ് ഓവർസിയർ ഓർ 3rd ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ ആണ് പോസ്റ്റ്. STക്ക് മാത്രമേ അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. സ്കെയിൽ ഓഫ് പേ 26,500 ടു 60,700. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു 41. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസും കൂടാതെ താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടാവണം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024.
അടുത്ത കാറ്റഗറി 293/2024 ഇറിഗേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓവർസിയർ ഗ്രേഡ് 3 ആണ് പോസ്റ്റ്. STക്ക് മാത്രമേ അപേക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. സ്കെയിൽ ഓഫ് 26,500 ടു 60,700. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു 41. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസും കൂടാതെ KGTയുടെ ലോവർ ഗ്രേഡ് ഡ്രോയിങ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ ഈക്വലൻസി. അപേക്ഷയുടെ അവസാന തീയതി 3/10/2024. അടുത്ത കാറ്റഗറി 294/2024 മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോളജി ആണ് പോസ്റ്റ്. SSCCക്ക് മാത്രമേ അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. സ്കെയിൽ ഓഫ് ആസ് പെർ UGC നോംസ് ആണ്. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 22 ടു 48. ക്വാളിഫിക്കേഷൻ ന്യൂറോളജിയിൽ DM ഓർ DNB. കൂടാതെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഓർ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസിനിൽ പെർമനന്റ് രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുണ്ട്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. അടുത്ത കാറ്റഗറി 295/2024 മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി ആണ് പോസ്റ്റ്. STക്ക് മാത്രമേ അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. സ്കെയിൽ ഓഫ് ആസ് പെർ UGC നോംസ് ആണ്. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 50. ക്വാളിഫിക്കേഷൻ ഫിസിയോളജിയിൽ MD ഓർ DNB. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഓർ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസിനിൽ പെർമനന്റ് രജിസ്ട്രേഷനും ആവശ്യമായിട്ടുണ്ട്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. അടുത്ത കാറ്റഗറി 296/2024 മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി ആണ് പോസ്റ്റ്. OBCക്ക് മാത്രമേ അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. സ്കെയിൽ ഓഫ് ആസ് പെർ UGC നോംസ് ആണ്. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 22 ടു 48. ക്വാളിഫിക്കേഷൻ ന്യൂറോ സർജറിയിൽ MCH ഓർ DNB. കൂടാതെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഓർ കൗൺസിൽ ഫോർ മോഡേൺ മെഡിസിനിൽ പെർമനന്റ് രജിസ്ട്രേഷനും ആവശ്യമായിട്ടുണ്ട്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. അടുത്ത കാറ്റഗറി 297/2024 298/2024 മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗാസ്ട്രോ എൻട്രോളജി ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് ആസ് പെർ UGC നോംസ് ആണ്. വേക്കൻസീസ് 297/2024 LCAക്ക് 1, 298/2024 OBCക്ക് 1 ഉള്ളത്. ഏജ് ലിമിറ്റ് 22 ടു 48. ക്വാളിഫിക്കേഷൻ സർജിക്കൽ ഗാസ്ട്രോ എൻട്രോളജിയിൽ MCH ഓർ DNB. കൂടാതെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഓർ കൗൺസിൽ ഫോർ മോഡേൺ മെഡിസിനിൽ പെർമനന്റ് രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുണ്ട്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. അടുത്ത കാറ്റഗറി 299/2024 മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജെനിറ്റോ യൂറിനറി സർജറി ആണ് പോസ്റ്റ്. ഹിന്ദു നാദാർക്ക് മാത്രമേ അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. സ്കെയിൽ ഓഫ് ആസ് പെർ UGC നോംസ് ആണ്. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 22 ടു 48. ക്വാളിഫിക്കേഷൻ ജെനിറ്റോ യൂറിനറി സർജറിയിൽ MCH ഓർ DNB. ഈ ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ യൂറോളജിയിൽ MCH ഓർ DNBയും ആവാം. കൂടാതെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഓർ കൗൺസിൽ ഫോർ മോഡേൺ മെഡിസിനിൽ പെർമനന്റ് രജിസ്ട്രേഷനും ആവശ്യമായിട്ടുണ്ട്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. അടുത്ത കാറ്റഗറി 300/2024 മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോകെമിസ്ട്രി ആണ് പോസ്റ്റ്. STക്ക് മാത്രമേ അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. സ്കെയിൽ ഓഫ് ആസ് പെർ UGC നോംസ് ആണ്. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 22 ടു 50. ക്വാളിഫിക്കേഷൻ ബയോകെമിസ്ട്രിയിൽ MD ഓർ DNB. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഓർ കൗൺസിൽ ഫോർ മോഡേൺ മെഡിസിൻ പെർമനന്റ് രജിസ്ട്രേഷനും ആവശ്യമായിട്ടുണ്ട്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. അടുത്ത കാറ്റഗറി 301/2024 കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെന്റ് മേറ്റ് ആണ് പോസ്റ്റ്. SCക്ക് മാത്രമേ അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. സ്കെയിൽ ഓഫ് 40,850 ടു 1,11,890. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു 41. ക്വാളിഫിക്കേഷൻ മെയിൻസ് ആക്ട് പ്രകാരമുള്ള മേറ്റ് സർട്ടിഫിക്കറ്റ്. അപേക്ഷകളുടെ അവസാന തീയതി 3/10/2024. അടുത്ത കാറ്റഗറി 302/2024 മുതൽ 304/2024 വരെയുള്ളതാണ്. പ്രിസൺസ് ആൻഡ് കറക്ഷൻ ആൻഡ് സർവീസസ് ആണ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ ആണ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് 27,900 ടു 63,700. വേക്കൻസീസ് 302/2024 SCCക്ക് 2, 303/2024 SCക്ക് 7, 304/2024 മുസ്ലിമിന് 8 ഉള്ളത്. ഏജ് ലിമിറ്റ് SCCക്കും മുസ്ലിംസിനും 18 ടു 39, SCക്ക് 18 ടു 41. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്. അപേക്ഷകളുടെ അവസാന തീയതി 3/10/2024. അടുത്ത കാറ്റഗറി 305/2024 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡാണ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ് പോസ്റ്റ്. OBCക്ക് മാത്രമേ അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. സ്കെയിൽ ഓഫ് 22,700 ടു 48,000. ഒറ്റ വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 ടു 39. ക്വാളിഫിക്കേഷൻ BA ഓർ BSc ഓർ BCom. കൂടാതെ 3 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സും പഠിച്ചിരിക്കണം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. അടുത്ത കാറ്റഗറി 306/2024 307/2024 എഡ്യൂക്കേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹൈസ്കൂൾ ടീച്ചറാണ് പോസ്റ്റ്. അറബിക്ക്. സ്കെയിൽ ഓഫ് 41,300 ടു 87,000.
വേക്കൻസീസ് 306/2024 SCക്ക് ആലപ്പുഴയിൽ 1, തൃശ്ശൂർ 1, ട്രിവാൻഡ്രത്ത് 1 ഉള്ളത്. 307/2024 STക്ക് കോഴിക്കോട് 1, പാലക്കാട് 1 ഉള്ളത്. ഏജ് ലിമിറ്റ് 18 to 45. ക്വാളിഫിക്കേഷൻ അറബിക്കൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിഗ്രി ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി 3/10/2024. ഇതിന് അടുത്ത കാറ്റഗറി 308/2024 എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചറാണ് പോസ്റ്റ്. SCക്ക് മാത്രമേ അപേക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. സ്കെയിൽ പേ 26,500 to 60,700. മലപ്പുറത്ത് 2 വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 to 45. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഉറുദു ആൻഡ് BEd BT or LT അല്ലെങ്കിൽ ഇതിന്റെ ഈക്വലൻസി. കൂടാതെ കേട്ടറ്റ് എക്സാമും പാസ്സായിരിക്കണം. അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി 3/10/2024. ഇതിന് അടുത്ത കാറ്റഗറി 309/2024 എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചറാണ് പോസ്റ്റ്. SCക്ക് മാത്രമേ അപേക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. സ്കെയിൽ പേ 26,500 to 60,700. കണ്ണൂരിൽ 2 വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 to 45. ക്വാളിഫിക്കേഷൻ അറബിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ BEd BT or LTയിൽ അറബി ഒരു ഓപ്ഷൻ സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാവണം. കൂടാതെ കേട്ടറ്റ് എക്സാമും പാസ്സായിരിക്കണം. അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി 3/10/2024. ഇതിന് അടുത്ത കാറ്റഗറി 310/2024 എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചറാണ് പോസ്റ്റ്. SCക്ക് മാത്രമേ അപേക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. സ്കെയിൽ പേ 26,500 to 60,700. വേക്കൻസീസ് തൃശ്ശൂർ 1, കാസർഗോഡ് 1 ഉള്ളത്. ഏജ് ലിമിറ്റ് 18 to 45. ക്വാളിഫിക്കേഷൻ അറബിയിൽ ഡിഗ്രി അല്ലെങ്കിൽ അറബിക്ക് ഒരു ഓപ്ഷൻ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. കൂടാതെ കേട്ടറ്റ് എക്സാമും പാസ്സായിരിക്കണം. അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി 3/10/2024. ഇതിന് അടുത്ത കാറ്റഗറി 311/2024 എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചറാണ് പോസ്റ്റ്. SCക്ക് മാത്രമേ അപേക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. സ്കെയിൽ പേ 26,500 to 60,700. ട്രിവാൻഡ്രത്ത് 1 വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 to 45. ക്വാളിഫിക്കേഷൻ അറബിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ അറബി ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. കൂടാതെ കേട്ടറ്റ് എക്സാമും പാസ്സായിരിക്കണം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 3/10/2024. ഇതിന് അടുത്ത കാറ്റഗറി 312/2024 313/2024 NCC സൈനിക വെൽഫെയർ ആണ് ഡിപ്പാർട്ട്മെന്റ്. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആണ് പോസ്റ്റ്. എക്സ് സർവീസ് മാൻ മാത്രമേ അപേക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. സ്കെയിൽ പേ 23,000 to 50,200. വേക്കൻസീസ് 312/2024 STക്ക് ട്രിവാൻഡ്രത്ത് 1, കോട്ടയത്ത് 1 ഉള്ളത്. 313/2024 SCCക്ക് കണ്ണൂർ 1 ഉള്ളത്. ഏജ് ലിമിറ്റ് STക്ക് 18 to 41, SCCക്ക് 18 to 39. ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. പക്ഷേ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല എക്സ് സർവീസ് മാനും ആയിരിക്കണം. അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി 3/10/2024. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും കാറ്റഗറികളിലേക്കാണ് PSC പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അനുയോജ്യമായ കാറ്റഗറി സെലക്ട് ചെയ്ത് PSC ലോഗിൻ ചെയ്ത് അപേക്ഷ നൽകുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.